പ്രധാന ഇടത്താവളമായ എരുമേലിയിലും രാവിലെ മുതൽ വലിയ തിരക്കാണ്. എരുമേലിയിൽ നിന്ന് ഷിനോജ് എസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. എരുമേലി വലിയമ്പലത്തിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. തിരക്ക് നിയന്ത്രണ വിധേയമാണ്. ദൃശ്യങ്ങൾ തന്നെ കണ്ടാലറിയാം. സാധാരണ നമ്മൾ ഇന്നലെയൊക്കെ എരുമേലി വരുന്ന സമയത്ത് ഈ കുരട്ടിപ്പാലത്തിൽ നിന്ന് നിലയ്ക്കൽ റോഡിലേക്ക് ഈ വാഹനങ്ങൾ കടന്നു പോകുന്നതിന് തന്നെ ഏകദേശം ഒരു അരമണിക്കൂറുള്ള സമയം കാത്തുനിന്ന് വേണം ഈ തിരക്ക് ഒന്ന് കഴിഞ്ഞ് നിലയ്ക്കൽ റോഡിലേക്ക് ഒന്ന് കയറുന്നതിന് വേണ്ടി. പക്ഷേ ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം, വളരെ വേഗത്തിൽ തന്നെ, പ്രത്യേകിച്ച് തിരക്ക് അങ്ങനെ ഒന്നും തന്നെ ഇല്ല. വളരെ വേഗത്തിൽ തന്നെ ഇവിടെ എത്തുന്ന ഭക്തർക്ക് നിലയ്ക്കലിലേക്കൊക്കെ തന്നെ പോകുന്നതിന് വേണ്ടി കഴിയുന്നുണ്ട്. നേരത്തെ തീർത്ഥാടന വാഹനങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ശരാശരി ഒരു 2000 മുതൽ 2500 വാഹനങ്ങളാണ് ആദ്യത്തെ ഒരു ദിവസമൊക്കെ തന്നെ ഈ എരുമേലിയിലേക്ക് എത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ നിലവിലെ പോലീസിൻ്റെ കണക്കനുസരിച്ച് ആദ്യത്തെ ഒരു ദിവസം അത് എരുമേലിയിലേക്ക് എത്തിയ വാഹനങ്ങളുടെ കണക്ക് എന്ന് പറയുന്നത് 5000 മുതൽ 5500 ആണ്. അതാണ് ഇന്നലെ എരുമേലിയിൽ ഉണ്ടായ വലിയ രീതിയിലുള്ളൊരു ഈ ഗതാഗത തിരക്കിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്. ഇന്ന് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ക്രമീകരണങ്ങൾ പോലീസ് തന്നെ നടപ്പിലാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നിലയ്ക്കലിലെയും എരുമേലിയിലും ഒക്കെ തന്നെ വാഹന പാർക്കിംഗ് ഗ്രൗണ്ടുകളൊക്കെ തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ഒരു അരമണിക്കൂർ സമയമൊക്കെ തന്നെ വലിയ രീതിയിൽ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എരുമേലിയിലൊക്കെ തന്നെ വലിയ രീതിയിൽ ഗതാഗത പ്രശ്നങ്ങളുണ്ടായി. നിലവിൽ ഒരു 2-3 മണിക്കൂറായിട്ട് എരുമേലിയിലെ സ്ഥിതി ഗതാഗത നിയന്ത്രണം തന്നെ ഒന്നും ഇല്ല. വളരെ സുഖമായി തന്നെ ഭക്തർക്ക് എരുമേലിയിൽ വന്ന് പേട്ട തുള്ളി സന്നിധാനത്തേക്ക് തന്നെ പോകുന്നതിന് വലിയ സൗകര്യമാണ് നിലവിൽ ഇപ്പോൾ എരുമേലിയിലുള്ളത്. അതേ സമയത്ത് തന്നെ ഏതെങ്കിലും സാഹചര്യത്തിൽ നിലയ്ക്കലിലെയോ അതുപോലെ തന്നെ എരുമേലിയിലെയോ ഒക്കെ തന്നെ വാഹന പാർക്കിംഗ് ഗ്രൗണ്ടുകളൊക്കെ തന്നെ നിറയുകയാണെങ്കിൽ അത് ഭക്തരെ സംബന്ധിച്ച് കൂടുതൽ ദുരിതകരമായ അവസ്ഥയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കും.